എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഞങ്ങൾ രാവിലെ എണീച്ചു, കുളിച്ചു, കഴി കുടിച്ചു. ഉച്ചയ്ക്ക് സദ്യക്കുള്ള ഇല വെട്ടാനാണ് ഞങ്ങൾ പോകുന്നത്. ഏപ്പയുണ്ട്, അച്ചുണ്ട്, അനുവുണ്ട്. പിന്നെ ഞങ്ങളെ കൊണ്ടാണ് ഇല വെട്ടിപ്പിക്കുന്നത്. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് സദ്യക്കുള്ള ഇല വെട്ടാൻ പോവാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാനും ഉണ്ട്, പിള്ളേരും ഉണ്ട്. അപ്പം സാധാരണ മുതിർന്നവരാവും വീട്ടിലൊക്കെ ഇല വെട്ടി കൊണ്ടുവന്നിട്ട് സദ്യ കഴിക്കാം. ഇത് കുട്ടികൾക്കൊരു എക്സ്പീരിയൻസ് ആവും. ഭാവിയിൽ അവർക്ക് പറയാൻ, ആ ഓണത്തിന് ഞങ്ങൾ ഇല വെട്ടിയിട്ടുണ്ട്, ഇല കഴുകിയിട്ടുണ്ട്, ഞങ്ങൾ ഇലയിട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനൊരു ഇവർക്ക് അനുഭവങ്ങളുണ്ടാകണം. അതാണ് ഇവർക്ക് അതിനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നത്. അവിടുന്ന് വെട്ടരുത്, അവിടെ നല്ല വെട്ടണ്ടേ. ഇവിടുന്ന് അനുവിനറിയാലോ. ഇല പൊട്ടാതെ വെട്ടണം. ഇല അങ്ങനെയല്ല കാണിച്ച ഇല ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇല പൊട്ടാതെ വെട്ടണം. ഒരാൾ വെട്ട്. എന്നിട്ട് ഇല ഇങ്ങനെ മലത്തി താഴെ വെക്കണം. അങ്ങനെ വെക്ക്. അവിടെ വെട്ട് വെച്ചോ. അതിൻ്റെ മേളിലോട്ട് വേണം അടുത്ത ഇല വെട്ടി വെക്കാൻ. അവിടെ വെട്ടിക്കോ. വെട്ടിക്കോ, മുറിക്കങ്ങ് വെട്ട്. ഈ ഇലയുടെ മേളിൽ കൊണ്ട് വെക്ക്. പൊട്ടിക്കല്ലേ ഇലേ? അച്ഛൻ മോനാണ് ശ്രദ്ധിക്കുന്നത്. കൊണ്ടുവെക്ക അവിടെ. വീഴല്ലേ? താണ്ടായാലും നല്ലതല്ലേ? ഈ മേലത്തല്ല അതിൻ്റെ തുമ്പത്ത് പിടിച്ച് താട്ട് വലിക്ക്. ഇല പൊട്ടാത്ത രീതിയിൽ വെട്ടിയെടുക്കുക കേട്ടോ. അത് തന്നെ മുറിക്ക് അരിഞ്ഞോ. അവിടെ കൊണ്ടുവെക്കേ. നമുക്ക് മൊത്തം എത്ര ഇല വേണ്ടേ? നമുക്ക് ഇല എത്ര എണ്ണം വേണ്ടേ? 7. കണക്ക് കൃത്യമാണല്ലോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇല വെട്ടട്ടെ കേട്ടോ. എല്ലാവർക്കും ഉള്ള ഇലയുണ്ടോ? ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, സദ്യക്കുള്ള വട്ടം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ചുകൂട്ടാ, ഓക്കെ. വാ ഇനി ഓരോന്നോരോന്നെടുത്ത്. ഇല ആരാ ഇടുന്നേ? ഇല കൊണ്ടുപോയോ. ഇരിയടാ. വന്നോണം വന്നോണം വന്നേ. അനുവിന്റെ വലിപ്പത്തിലാണോ? അച്ചു പരിപ്പ് വെച്ചോട്ടെ. ചോറ് പരിപ്പ് പപ്പടം വിളമ്പടം മദ്യം നേന്ത്രപ്പഴം വേണം. അമ്മക്ക് വിളമ്പുക അതോ ആദ്യം തിന്നാനോട്ടാണോ? വലതുവശത്ത് നമുക്ക് വലതേക്ക് പെട്ടെന്നില്ലല്ലോ അല്ലേ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ,
സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തോരൻ. ഇതൊരു ഒരു കാര്യം ഇതിനകത്ത് വെച്ചില്ല കേട്ടോ. ഉപ്പ് എനിക്ക് മനസ്സിലായി. ചോറിനകത്ത് ഉപ്പിട്ട് വാർത്തോണ്ടാണ് നിങ്ങൾ ഉപ്പ് വെക്കാൻ. ഇനി നമുക്കല്ലേ വേണ്ടേ അവിടെ വെച്ചേക്ക് ചേച്ചി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, പപ്പടം, മാങ്ങാച്ചാറ്, തോരൻ, അവിയൽ, ചോറ്, സാമ്പാർ, പരിപ്പ്, പായസം, ഇത്തിരി പായസമായിട്ട് ഒരു സദ്യ. കൂടെ കൂടി വന്നിരുന്നിട്ടുണ്ട്. എൻ്റെ ഇലയാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഇവർ എനിക്കൂടെ വിളമ്പും, ഞാനും കൂടി ഇരിക്കും. ഓം കുറച്ച് പായസം ആ സൈഡിലോട്ട് വെച്ചു. കുറച്ച് പായസം അല്ല വേറെ ഞാൻ കഴിക്കത്തില്ല. ഞാൻ പായസം മാത്രമേ കഴിക്കത്തുള്ളായിരിക്കും. ആൾക്കൂടുള്ള രണ്ടുപേരും ഒരു പാത്രത്തിൽ കഴിച്ചോളൂ. അവർക്ക് കുഴപ്പമൊന്നുമില്ല. നീ അങ്ങോട്ട് മാറി കഴിച്ചേ, മാറി കഴിക്കും. ഇവിടെ 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 അവിടെ നിന്ന് കഴിക്കും. ജൂലി പാടാ. വേണ്ട, അവന് വേണ്ട. നെയ്യ് ഉണ്ടായിരുന്നോ? ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാനിവിടെ കഴിക്കാൻ എനിക്കൂടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണമായിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ കഴിക്കട്ടെ കേട്ടോ. ഓരോരുത്തരായി തിരുവോണ സദ്യ കഴിഞ്ഞ് ഇറങ്ങി. പഴയ ഓണവും പുതിയ ഓണവുമായി നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ പഴയ ഓണത്തിൻ്റെ അത്രയും ഒരു സന്തോഷവും ഒരു ഉന്മാദവും ഈ കാലത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടായിരുന്ന കാലത്ത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഓണത്തിന് മാത്രമാണ് അവർക്ക് നല്ല രൂപത്തിലുള്ള എല്ലാ വിഭവങ്ങളും തിന്നാൻ കഴിയും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്ന ആഹാരം ഇപ്പോൾ കഴിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. മാവേലിയുടെ കാലത്ത് പട്ടിണിയും പരിവട്ടവും അസമത്വങ്ങളും കള്ളവും ചതിയും ഒന്നുമില്ലായിരുന്നു. അത്തരമൊരു കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള ചിന്തയെ കൂടുതലായി ഉദ്ദീപിപ്പിക്കുന്നതാണ് നമ്മുടെ ഓണം. അതിനു വേണ്ടിയിട്ടുള്ള ചിന്തയും കാര്യങ്ങളും നമുക്കുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാനവ സാഹോദര്യത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയണം. അതായിരിക്കണം ഓണത്തിൻ്റെ ചിന്തയും സന്ദേശവും. ലോകത്തിലുള്ള എല്ലാവർക്കും കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് അത്തലവേഴ്സ് മീഡിയയുടെ മുഴുവൻ പിന്തുണക്കാർക്കും ഫോളോവേഴ്സിനും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓണാശംസകൾ നേർന്നു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.